നിസാര പരിക്കുകളോടെ രക്ഷപ്പെടേണ്ടിയിരുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്ന വീട്ടമ്മയുടെ ദേഹത്തുകൂടെ വാഹനം കയറ്റിയിറക്കി ക്രൂരമായ കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ കുഞ്ഞുമോൾ എന്ന് പറയുന്ന വീട്ടമ്മ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങി പോകുമ്പോൾ അവരുടെ വാഹനത്തിൽ ഒരു കാർ വന്ന് ഇടിക്കുകയും കാർ ഇടിച്ചപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി, വാഹനം മുന്നോട്ട് എടുക്കരുത്, അടിയിൽ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് 4 പാടിൽ നിന്നും ആൾക്കാർ ഓടിക്കൂടി എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും ആ ആളുകൾ പറഞ്ഞത് കേൾക്കാതെ വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുത്ത് 3-4 പ്രാവശ്യം അവരുടെ ദേഹത്തുകൂടെ, തലയിലൂടെയും ശരീരത്തിലൂടെയും വാഹനം കയറ്റി. അജ്മൽ എന്ന് പറയുന്ന മനുഷ്യമൃഗം. നമ്മൾ വണ്ടി ഇടിക്കുമ്പോൾ പാനിക്കാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആളുകൾ അത്രയും പറഞ്ഞു, ഒരാൾ അടിയിലുണ്ട്, വണ്ടി എടുക്കരുതെന്ന് പറഞ്ഞിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ ദേഹത്തുകൂടി 2-3 പ്രാവശ്യം ദേഹത്തുകൂടി വാഹനം കയറ്റി ഇറക്കി ആ വീട്ടമ്മ അവിടെ കിടന്ന് മരിക്കുകയാണ്. അതുമാത്രമല്ല, അവരുടെ അജ്മലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്കുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ എത്തിക്സ് എന്താണ്? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ പോലും ഈ ഒരു ക്രൂര കൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ആളുകൾ കരഞ്ഞു പറഞ്ഞു വണ്ടി എടുക്കരുതെന്ന്. ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടറും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അത് മാത്രമല്ല, അജ്മലിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ലഹരി കേസ്, ചന്ദന കേസ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെയുള്ള ഒരു പ്രതിയാണ് അജ്മൽ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൾക്കൊക്കെ നാട്ടിൽ സുഖമായി വിലസാം, എന്തും ചെയ്യാം. ആ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. കാറ് മുന്നോട്ടെടുക്കുന്നതും പിന്നോട്ടെടുക്കുന്നതും അവരുടെ തലയിൽ കൂടിയും ശരീരത്തിൽ കൂടിയുമാണ് കാർ ഓടിച്ചു കയറ്റിയത്. ഇത് വളരെ ക്രൂരമായ കൃത്യം തന്നെയാണ്. ഇതൊരിക്കലും നമ്മൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അങ്ങനെ കേസെടുത്താൽ ആ ഒരു കേസ് തള്ളിപ്പോവും. കൂടുതലൊന്നും തന്നെ പറയാനില്ല. മനഃപൂർവ്വം ചെയ്ത നരഹത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അജ്മൽ എന്ന് പറയുന്ന പ്രതിക്കും അവരുടെ കൂടെ നിന്ന ഡോക്ടർ ശ്രീകുട്ടിക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ഇന്ത്യൻ നിയമം അനുസരിച്ച് അവർക്ക് മാക്സിമം ശിക്ഷ 2 പേർക്കും കിട്ടണം. കാരണം അവിടെ നിന്ന നാട്ടുകാർ പറയുന്നത് ഈ ശ്രീകുട്ടി പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഒരു ഡോക്ടർ ആ വണ്ടിയിലുള്ളപ്പോൾ, വണ്ടിയിൽ ആൾ വീണ് കിടപ്പുണ്ട്, ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ പോലും ഇതിന് കൂട്ടുനിന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരിനി ഒരു ഡോക്ടറായിട്ട് തുടരാൻ യാതൊരു അർഹതയും അവർക്കില്ല. അവർക്ക് ഒരു എത്തിക്സും ഇല്ലാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ ഒന്നും ഡോക്ടറായിട്ട് ഇരുത്തരുത്. ഇങ്ങനെയുള്ളവർ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അമ്മ ഗർഭപാത്രം പൊട്ടി മരിച്ചത്. അതും ഒരു ഡോക്ടറുടെ അനാസ്ഥ മൂലമാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഡോക്ടർ പദവിയിൽ ഇരിക്കാൻ പോലും യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ലാത്തവരാണ്. അതുപോലെ 2 പേർക്കും തക്കതായ ശിക്ഷ കിട്ടണം. കാരണം ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ഈ ഒരു വണ്ടി ഇടിച്ച് ഈ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി വണ്ടി കയറ്റി ഇറക്കിയതിന് ശേഷം ഈ ഒരു സ്പീഡിൽ ഓടിച്ചു പോയിട്ട് 3-4 വാഹനത്തിൽ പിടിച്ചു. പക്ഷെ അവർക്കൊന്നും മറ്റു രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായില്ല. ഇവരെല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷെ വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. ഒരു മതിലിടിച്ച് തകർത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊന്നും തന്നെ വാഹനം ഓടിക്കാൻ ലൈസൻസ് കട്ടാക്കുക എന്ന് മാത്രമല്ല, മാക്സിമം ശിക്ഷ തന്നെ കൊടുക്കണം. ഒരു നിമിഷം ആ വാഹനം എല്ലാവരും പറയുന്നതനുസരിച്ച് അവിടെ നിർത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞുമോളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ചെറിയ പരിക്കുകളോടെ മാത്രം അവർ രക്ഷപ്പെടേണ്ടിയിരുന്ന ആ ഒരു സ്ത്രീയെ ക്രൂരമായി കൊന്ന ഈ 2 പേർക്കും തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെ മനസ്സുരുകി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.